സോ അതുകൊണ്ടാണ് പറയുന്നത് എൻഡോവ്മെന്റ് എഫക്റ്റിന് വളരെ വലിയ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ആണ് ഉള്ളതെന്ന്. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സിനോട് ഒരു പ്രത്യേകതരം അറ്റാച്ച്മെന്റ് തോന്നി തുടങ്ങാറുണ്ട്. ഒരു വസ്തു നമ്മുടെ സ്വന്തമെന്ന് തോന്നിയാൽ പിന്നെ അതിനോടൊരു പ്രത്യേക അറ്റാച്ച്മെന്റും പോസസീവ്നെസ്സും ഒക്കെ നമുക്ക് തോന്നിയേക്കാം. സോ അതിന് ആവശ്യത്തിലധികം വില കൽപ്പിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടായേക്കാം. ഇതാണ് എൻഡോവ്മെന്റ് എഫക്റ്റ്. കോളേജിലൊക്കെ യൂസ് ചെയ്തിരുന്ന വിയർപ്പ് പറ്റിയ ടീഷർട്ട്സ് ഒക്കെ സെൻഡ് ഓഫ് കഴിഞ്ഞ് വളരെ കാര്യമായിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കാറുണ്ട്. എന്നാൽ ഇതേ ടീഷർട്ട് മറ്റുള്ളവരുടെ കൈ കിട്ടിയാലോ അത്ര വാല്യുബിൾ ആയിട്ട് തോന്നണമെന്നില്ല. ഓൾസോ വീട്ടിലൊക്കെ 100 വർഷം മുമ്പ് അപ്പൂപ്പന്മാരൊക്കെ യൂസ് ചെയ്തിരുന്ന കോളാമ്പി, മെതിയടി തുടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അതിനൊരു ആഡ് ഓൺ വാല്യൂ കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ഇതേ സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ വല്ല കടയിൽ കൊണ്ട് കൊടുക്കാൻ നോക്കിയാലോ, കാർണോരുടെ കോളാമ്പിയും ചെരുപ്പൊക്കെ എന്തിനാടോ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്നായിരിക്കാം അവരുടെ തോന്നൽ. അതേപോലെ തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക ആൾക്കാരുടെ അടുത്തു നിന്നും കിട്ടിയ ലെറ്റേഴ്സും റിങ്സും ഗിഫ്റ്റ്സും ഒക്കെ വളരെ കാര്യമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാം. അതിനോടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്കെന്ത് ലെറ്റർ, എന്ത് റിങ്. ബാക്ക് ടു ദ ടോപ്പിക്. ഈയിടയ്ക്ക് ടൈറ്റാനിക് ഷിപ്പിലെ റെമനൻ്റായിട്ട് കിട്ടിയ ബിസ്ക്കറ്റ് വിറ്റുപോയത് $22,000. ആ ഇൻസിഡൻറ്റിൻ്റെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ആണ് ഈ ബിസ്ക്കറ്റിനെ ഇത്രത്തോളം വർത്തിയാക്കിയത്. ഇതും എൻഡോവ്മെന്റ് എഫക്റ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്.